നിർമ്മല കന്യകയായ അമ്മ മാതാവിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപത്തിൻ്റെ അപകട മേഖലയിലെത്തുമ്പോൾ, പ്രലോഭനങ്ങളാൽ നാം ഞെരുങ്ങുമ്പോൾ, സംശയങ്ങളും വേദനകളും നമ്മെ വേട്ടയാടുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കൂ. അവൾ സഹായത്തിനായി ഓടിയെത്തും. നിർമ്മല കന്യകയായ അമ്മ മറിയത്തിൻ്റെ വണക്കമാസം 11-ാം തീയതി. മരിയാമ്പികയെ, അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. ആമേൻ. ദൈവത്തിൻ മാതാവേ, നീ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, ഇപ്പോഴും എന്നുമെന്നും മൃത്യു വരും നേരവും താതനും ദിവ്യസുതനും പാവനാത്മാവിനുമേ ആദിയിലെന്ന പോലെ സ്തോത്രമുണ്ടായിടട്ടെ. തിരുസഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, നിന്റെ പുത്രനായ കർത്താവ് ഈശോ മിശിഹാ വഴി ഞങ്ങളുടെ തിരുസഭയെ കാത്തുപരിപാലിക്കണമേ. സഭയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മറ്റു മെത്രാന്മാരെയും കർദിനാൾമാരെയും വൈദികരെയും സന്യാസിനികളെയും ആത്മീയ ശുശ്രൂഷകരെയും സഭാംഗങ്ങളെയും അമ്മ മാതാവേ, നിന്റെ മധ്യസ്ഥത്താൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടരുളയണമേ.